ഫൈനലി വളരെ സന്തോഷം നിറഞ്ഞൊരു വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ റിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇതിന് മറ്റൊരു സൊല്യൂഷൻ ഇല്ല. ഇവിടെ വിദ്യാഭ്യാസത്തിൽ ഇത്രയും വലിയൊരു പാളിച്ച സംഭവിച്ചപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ തസ്തികകളിലിരിക്കുന്ന ആൾ ഒഴിയുക, വിദ്യാഭ്യാസ മന്ത്രി റിസൈൻ ചെയ്യുക. കാരണം നിങ്ങൾക്കറിയാം, നമുക്കറിയാം, ഒരു വർഷം തന്നെ എത്ര വിദ്യാർത്ഥികളാണ് കുത്തിയിരുന്ന് അവരുടെ ഉറക്കമുളച്ചൊക്കെ നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതെന്നും +2 കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ തളരാതെ അടുത്ത വർഷത്തിലേക്ക് 3 വർഷം വരെ കളഞ്ഞ് എൻ്റെ കൂടെ പഠിച്ച കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ള വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പഠിക്കുന്നവനാവണം ഇവിടെ ചികിത്സിക്കാനുള്ള അവകാശം കിട്ടേണ്ടത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ നീറ്റ് എക്സാം ഒന്നും എഴുതാൻ പോയിട്ടില്ല. ഞാൻ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ സാധാ ഒരു ഡിഗ്രി കോഴ്സൊക്കെ ചെയ്തത്. ഇപ്പോൾ ഇത് സമരം ചെയ്യുന്ന ആളിലാണെങ്കിലും ആരും ഒരു ഭൂരിഭാഗം ആൾക്കാരും നീറ്റ് എക്സാം എഴുതാനൊന്നും പോകുന്നില്ല. പക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ അവകാശം സംരക്ഷിക്കുക എന്നുള്ളത് ഓരോ പൗരൻ്റെ ഉത്തരവാദിത്വമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൊഫഷനിലൊന്നാണ് ആളുകളെ ചികിത്സിക്കുക, അവരുടെ ജീവൻ നിലനിർത്താൻ കൂടെ നിൽക്കുക എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ആ പ്രൊഫഷന് വേണ്ടി കിട്ടേണ്ട ഒരു ക്വാളിഫിക്കേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ അവരുടെ അവകാശമാണ്. അവർ പഠിച്ചാൽ അവരുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടത് ഓരോ പൗരൻ്റെയും അവകാശമാണ്. ഈ പറഞ്ഞ പോലെ നാളെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരൊറ്റ എക്സാമേ ഉള്ളൂ, സ്റ്റേറ്റിനൊന്നും ഇല്ല അവകാശം. നീറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ എക്സാമാണ് ഇന്ത്യയിൽ മുഴുവനായിട്ട് നടത്തുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം നൽകുന്ന വാർത്ത. നാളെ നമ്മുടെ വരും തലമുറയ്ക്കാണെങ്കിലും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന തലമുറയ്ക്കാണെങ്കിലും കിട്ടുന്നൊരു എനർജി ഉണ്ട്. അതായത് ഞാൻ പഠിച്ചാൽ എനിക്ക് സീറ്റ് കിട്ടും, എൻ്റെ സീറ്റ് എനിക്ക് അവകാശപ്പെട്ടതാണ്, ഞാൻ കഷ്ടപ്പെട്ടാൽ എനിക്കാണ് അവകാശപ്പെട്ട സീറ്റ് കിട്ടേണ്ടത് ഈ രാജ്യത്ത് പഠിക്കാൻ. ആ ഒരു അവകാശമാണ് ഇവിടെ ഇനി കീപ്പപ്പ് ആവുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. അതിന് വേറെ സൊല്യൂഷൻ ഇല്ല. ഫൈനലി ദ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഹാസ് റിസൈൻ ഫ്രം ഹിസ് പോസ്റ്റ്. ഇനിയും ഒരിക്കലും ഇങ്ങനത്തെ പേപ്പർ ലീക്കേജ് അല്ല, ഇതിൻ്റെ പിന്നിലുള്ള ഒരു ക്രമക്കേടും ഇനി നടക്കാതിരിക്കട്ടെ. നീറ്റ് എക്സാം നന്നായി തന്നെ നടക്കട്ടെ. നീറ്റ് എക്സാം എന്നല്ല, ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ എക്സാംസും നന്നായി തന്നെ നടക്കട്ടെ. പഠിക്കുന്നവന് ആ ജോലിയും അവകാശപ്പെട്ടവന് അത് കിട്ടട്ടെ. നന്ദി.